വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഗസയിൽ മരണക്കെണിയൊരുക്കുകയാണ് ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾ. വിശപ്പ് സഹിക്കവയ്യാതെ ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടിയവരെ ഇസ്രായേൽ സ്വീകരിച്ചത് വെടിയുണ്ടകൾ കൊണ്ടാണ്. പട്ടിണി മരണവക്കോളം എത്തിച്ച മനുഷ്യരെയാണ് ഭക്ഷണത്തിനായി യാചിക്കുന്ന സമയത്തും ഇസ്രായേൽ ഭീകരർ വെടിവെച്ച് കൊന്നത്. ആരെയാണ് ഇസ്രായേൽ സേന വെടിവെച്ച് കൊല്ലുന്നത്? ദിവസങ്ങളോളം പട്ടിണി കിടന്ന് സഹിട്ട് നിൽക്കുന്ന ഒരു ജനതയെ അവരോട് നിങ്ങൾക്ക് ഭക്ഷണപ്പൊതി വന്നിരിക്കുന്നു എന്ന് പറയും. വിശപ്പും ദാഹവും സഹിക്കാനാവാത്ത അപാലവൃതം ജനങ്ങൾ ഭക്ഷണപ്പൊതികൾക്കായി ഓടിച്ചെല്ലുന്നു. ആർത്തിയോടെ കൈനീട്ടിയ കുട്ടികളെ പോലും ഇസ്രായേൽ ഭീകരർ വെറുതെ വിട്ടില്ല. വിശന്നു പൊരിയുന്ന കുട്ടികളുടെയും സാധാരണ മനുഷ്യരുടെയും നെഞ്ചിലും തലയിലും തുരുതുരെ വെടിവെക്കുന്നു. കൊല്ലപ്പെട്ടവരിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ, പിന്നെ പ്രായമായവർ. ഏകദേശം 30-നടുത്തവ ഫലസ്തീനിലെ പട്ടിണിപ്പാവങ്ങളാണ് മനുഷ്യത്വം മരവിച്ച നരാധമന്മാരുടെ തോക്കിനാൽ കൊല്ലപ്പെട്ടത്. ഈ ഒരൊറ്റ ആഴ്ചയിൽ 100-ലധികം ഫലസ്തീനികളാണ് ഭക്ഷണത്തിനായി കൈനീട്ടി ഇസ്രായേലിന്റെ തോക്കിനിരയാവുന്നത്. ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ജനസമൂഹമാണ് മുസ്ലിങ്ങൾ. അവരിലെ ഒരു വിഭാഗത്തെ ക്രൂരമായി കൊന്നുകളയുമ്പോഴും യാതൊരു ഭാവമാറ്റവുമില്ലാതെ വരി ഉടച്ചവരെ പോലെ നോക്കി നിൽക്കുന്ന അറബികളെ കുറിച്ചോർത്ത് ലജ്ജ തോന്നുകയാണിപ്പോൾ. സ്വന്തം സഹോദരങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുമ്പോഴും അവർ അക്രമകാരികളുടെ തോക്കിനുകൂലുകൾക്ക് മുമ്പിൽ പിടഞ്ഞുകൊണ്ട് മരിക്കുമ്പോഴും അതൊന്നും കാണാതെ തിന്നും കുടിച്ചും കൂത്താടിയും നടക്കുന്ന അറബ് ലോകത്തെ നോക്കി ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ ചോദിക്കാതിരിക്കില്ല, നിങ്ങൾ അറബികൾ തന്നെയാണോ എന്ന്. ഗസയിൽ ഓരോ ദിവസവും വീട് മരിക്കുന്ന ഗസൻ ജനതയുടെ കഥ പറയുന്ന പോസ്റ്റുകൾക്കടിയിൽ ജാമിദമാരും ഹാരിഫ് ഹുസൈൻമാരും കുറിക്കുന്ന വാക്കുകൾ ഈ രാക്ഷസ കൂട്ടങ്ങളുടെ നാവിൽ നിന്നും വരുന്നതാണ്. അവർ ആഘോഷിക്കുകയാണ് മുസ്ലിം ജനതയുടെ മരണങ്ങൾ. ആ പിഞ്ചു പൈതങ്ങളെ പോലും ജിഹാദികൾ എന്ന് വിളിക്കുന്നതിൽ അവർക്ക് യാതൊരു മനസ്സങ്കോചവുമില്ല. അവർ അതിൽ ആത്മസംതൃപ്തി അടയുന്നു. ഒരു ഹമാസിന്റെ പേരിൽ ഗസയിലെ നിരപരാധികൾ വേട്ടയാടുമ്പോഴും ജിഹാദികൾ സന്തതികൾ എന്ന് വിളിക്കാൻ ഇവർക്ക് മാത്രമേ കഴിയൂ. തെക്കൻ ഗസയിലാണ് മനുഷ്യ മനസ്സാക്ഷിയെ മുറിപ്പെടുത്തിയ ആ കിരാതവാഴ്ച, ആ കിരാതവേട്ട നടന്നത്. വെടിവെപ്പിനിടയിൽ ജീവന് വേണ്ടി ഭക്ഷണം വാങ്ങാൻ വന്നവർ അതേ ജീവൻ ബാക്കിയവൻ ഭക്ഷണപ്പൊതികൾ വലിച്ചെറിഞ്ഞ് ഓടിപ്പോകുന്നത് നമുക്ക് വാർത്താ ചാനലുകൾ പുറത്തുവിട്ട വീഡിയോകളിൽ കാണാനാവും. അവർക്ക് പിന്നിൽ ചിതറിക്കിടക്കുന്ന ആയിരക്കണക്കിന് ഭക്ഷണപ്പൊതികളും. രക്ഷാപ്രവർത്തകർ പറയുന്നു, വെടിവെപ്പിൽ പരിക്കേറ്റവരെ കണ്ട് ഞങ്ങൾ നടുങ്ങിയിരുന്നു. അത്രമാത്രം ആളുകൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. എല്ലാവർക്കും തലയിലും നെഞ്ചിനുമാണ് പരിക്കുകൾ, അതും കൂടുതൽ കുട്ടികളിൽ. ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ നടത്തുന്ന ഭക്ഷണ വിതരണ സെന്ററിലാണ് വെടിവെപ്പ് നടന്നത്. അവിടെയായിരുന്നു കുട്ടികളും പ്രായമായവരും കൂടുതലായി തടിച്ചുകൂടിയത്. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും കൂട്ടായ ഈ ഭക്ഷണ വിതരണത്തിൽ അവർ ലക്ഷ്യം വെച്ചിരിക്കണം ഫലസ്തീനികളുടെ കൂട്ടമരണങ്ങൾ. അതുകൊണ്ടാണ് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ ഫലസ്തീനികളുടെ നെഞ്ചിലും തലക്കും അവർ നിറയൊഴിച്ചത്. കരുണയില്ലാത്തവരുടെ കരാളഹസ്തങ്ങളിൽ ഞെരിഞ്ഞമരുന്ന ഗസൻ ജനത, നിസ്സഹായരായ ഫലസ്തീൻ കുരുന്നുകൾ. ഐക്യരാഷ്ട്രസഭ ഈ കൊലപാതകത്തെ അങ്ങേയറ്റം വിമർശിക്കുകയും ഈ കൊലപാതകങ്ങളെ കുറിച്ച് സ്വതന്ത്രമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. നനഞ്ഞു ഉതിർന്ന വെടിമരുന്നിന് തുല്യമാണ് ഇന്ന് ഐക്യരാഷ്ട്രസഭ. ഒരു സംഘടന എന്ന് പറയാമെന്നല്ലാതെ ഒരു പ്രയോജനവുമില്ലാതെ തീർപ്പുകൾ മാത്രമായി മാറിയിരിക്കുന്നു ഐക്യരാഷ്ട്രസഭയുടേത്. ഇസ്രായേലിന്റെ ക്രൂരതകൾക്ക് ശേഷം ഒരു ഫലസ്തീൻ ബാലൻ പറയുന്ന വാക്കുകൾ അവരുടെ ആത്മാഭിമാനത്തിന്റെയും വേദനയുടെയും നേർസാക്ഷ്യമായിരുന്നു. ആ കുഞ്ഞ് പറഞ്ഞത് എങ്ങനെയാണ്? ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ആരും തന്നെ ഈ 7 പോയിന്റുകളിൽ പോകരുതെന്ന്. കാരണം അവർ നമ്മളെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. അവർ ആദരപൂർവ്വം നീതിപൂർവ്വം ഈ സഹായങ്ങൾ തരാത്ത കാലത്തോളം നമുക്ക് അവരുടെ സഹായത്തിനായുള്ള ഒരു കൂപ്പണും വേണ്ട. അവരുടെ സഹായം നമ്മൾ സ്വീകരിക്കരുത്. ഈ ഇസ്രായേലി സൈന്യം എന്റെ അമ്മയെ കൊന്നു. അമ്മയെ കൊല്ലുന്നതിന് മുമ്പ് എന്റെ സഹോദരനെ എന്റെ അമ്മയുടെ കൺമുന്നിലിട്ട് അവർ കൊന്നു. ദൈവത്തിനറിയാം ഇനി അടുത്തത് ആരായിരിക്കുമെന്ന്. ആ ബാലന്റെ അളന്നു മുറിച്ച കൃത്യതയുള്ള വാക്കുകൾ കുരുന്നു പ്രായത്തിലെ അവൻ അനുഭവിച്ചറിഞ്ഞ ത്യാഗങ്ങളുടെയും വേദനകളുടെയും പ്രതിഫലനമാണ്. അതുപോലെ എത്രയെത്ര കുരുന്നുകൾ ഫലസ്തീനിൽ ഇനിയും ബാക്കിയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കേൾക്കാനാവും ഒരു പ്രായമുള്ള ഉമ്മയുടെ വിലാപം. അവർ പറയുന്നത് ഇങ്ങനെയായിരുന്നു: വിശപ്പ് ഞങ്ങളെ കൊല്ലുന്നു, പട്ടിണി ഞങ്ങളെ കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓ ലോകമേ, ഞങ്ങളോട് ഇത്തിരി കരുണ കാണിച്ചുകൂടി. വിശപ്പ് കൊണ്ട് ഞങ്ങൾ എല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറും മസ്തികൂടങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ. പട്ടിണി ഞങ്ങളുടെ കുരുന്നുകളെ കൊന്നുകൊണ്ടിരിക്കുന്നു.
ഫലസ്തീനികളായ ഞങ്ങൾ പട്ടിണിയിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓ ലോകമേ, ഞങ്ങളോട് ഇത്തിരിയെങ്കിലും കരുണ കാണിച്ചുകൂടും. ഈ ദുരിതപൂർണമായ ജീവിതത്തിൽ നിന്ന് നല്ലത് തിരഞ്ഞെടുക്കാനായി ഫലസ്തീനികൾക്ക് ഇനിയൊന്നും തന്നെ ബാക്കിയില്ല. 60 ബെഡുകളുടെ ഗസയിലെ റെഡ് ക്രോസ് ആശുപത്രിയിൽ ഭക്ഷണ വിതരണ കേന്ദ്രത്തിലെ വെടിവെപ്പിൽ പരിക്ക് പറ്റിയ 184 പേരെയാണ് പ്രവേശിപ്പിച്ചത്. അതുതന്നെ ആക്രമണത്തിന്റെ ഭീകരതയും ആശുപത്രിയുടെ അസൗകര്യത്തിന്റെ നിസ്സഹായാവസ്ഥയും വിളിച്ചോതുന്നതാണ്.